തൊട്ടതെല്ലാം വിവാദമാക്കുന്ന സോഷ്യൽ മീഡിയ കാലത്ത് പുതിയതായി ചുമതലയേറ്റ UDF മന്ത്രിസഭയിലെ വാഹനം മാറ്റൽ ചർച്ചകൾക്ക് തുടക്കമിട്ട് അണികളുടെ സ്നേഹപൂർവ്വമുള്ള ഡിമാൻഡ്. VD സതീശൻ മന്ത്രിസഭയിൽ അംഗമായ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് അനുവദിച്ച 9-ാം നമ്പർ ഔദ്യോഗിക വാഹനം മാറ്റണമെന്ന ആവശ്യവുമായി അണികൾ രംഗത്തെത്തിയതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ പുതിയ സംസാര വിഷയം. തിരുവനന്തപുരത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ മന്ത്രിയുടെ വണ്ടി പിന്തുടർന്ന് പ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിക്കുന്നതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഷാജിക്ക 9 നമുക്ക് വേണ്ടാട്ടോ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മടങ്ങുകയായിരുന്ന KM ഷാജിയുടെ കാറിനരികിലേക്ക് ഓടിയെത്തിയ പ്രവർത്തകർ കൗതുകമുണർത്തുന്ന ഭാഷയിലാണ് തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഷാജിക്ക, വണ്ടി നമ്പർ 9 വേണ്ടാട്ടോ, നമുക്ക് 9 മാറ്റണം. 9 ഒരു രസമല്ല, 9 വേണ്ട, 10 എടുത്തോ എന്നായിരുന്നു അണികളുടെ അഭ്യർത്ഥന. മുൻ ഇടതു സർക്കാരിന്റെ കാലത്തെ ചില 9-ാം നമ്പർ വിവാദങ്ങളും കടുത്ത രാഷ്ട്രീയ മത്സരങ്ങളും മനസ്സിൽ വെച്ചാകാം അണികൾ ഈ സ്നേഹശാസന നൽകിയതെന്നാണ് സൂചന. പ്രവർത്തകരുടെ ഈ പെട്ടെന്നുള്ള ആവശ്യം ചിരിയോടെ കേട്ടുനിന്ന മന്ത്രി അവർക്ക് കൈകൊടുത്ത ശേഷമാണ് യാത്ര തുടർന്നത്. വണ്ടി നമ്പർ മാറ്റുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെങ്കിലും സംഭവം സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഭരണമാറ്റമുണ്ടായെങ്കിലും പുതിയ മന്ത്രിമാർക്കായി പുത്തൻ കാറുകൾ വാങ്ങുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. മുൻ സർക്കാരിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന പഴയ വാഹനങ്ങൾ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി പുതിയ മന്ത്രിമാർക്ക് നൽകാനാണ് പൊതുഭരണ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റേറ്റ് കാർ നമ്പർ 1 മുഖ്യമന്ത്രി VD സതീശൻ, സ്റ്റേറ്റ് കാർ നമ്പർ 2 PK കുഞ്ഞാലിക്കുട്ടി, സ്റ്റേറ്റ് കാർ നമ്പർ 3 രമേശ് ചെന്നിത്തല. മറ്റ് ഘടകകക്ഷി മന്ത്രിമാർക്ക് തുടർന്നുള്ള നമ്പറുകൾ കിട്ടുമ്പോൾ കോൺഗ്രസിലെ മറ്റ് മന്ത്രിമാർക്ക് അവരുടെ സീനിയോറിറ്റി അനുസരിച്ചായിരിക്കും വാഹനങ്ങളുടെ നമ്പറുകൾ അനുവദിക്കുക. അതേസമയം പുതിയ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം നീളുന്നു. സുപ്രധാനമായ ചില വകുപ്പുകളെ ചൊല്ലി കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമിടയിൽ ഇപ്പോഴും ശക്തമായ തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ് പട്ടിക ലോക് ഭവന് കൈമാറുന്നതിന് തടസ്സമായിരിക്കുന്നത്. ലീഗിന് ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനുള്ളിൽ പ്രധാനമായും എതിർപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള തീരദേശ സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നേക്കാവുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് തന്നെ കൈവശം വെക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ശക്തമായ ആവശ്യം.